കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന് ബേസ് ചെയ്തിട്ടുള്ള സഫൽ ഞാൻ ഇട്ടോളാം അറ്റൻഡൻസ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോർമൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റി തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ joint probability density function. Joint probability density function. ഇപ്പൊ ഈ മൊഡ്യൂള് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അതായത് ഇവിടെ പറയാൻ പോകുന്നത് 2 കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ പഠിച്ച പോലെ ഡിസ്ക്രീറ്റ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ പഠിച്ചു. ഡിസ്ക്രീറ്റ് അതായത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റിന് അല്ലെങ്കിൽ ഒരു ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 റാൻഡം വേരിയബിള് ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് 2 പ്രോപ്പർട്ടീസ്. നമ്മള് ഡിസ്ക്രീറ്റിന്റെ കേസ് പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ സർവേനകത്ത് ഒരു ക്ലാസ്സിലെ കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെ ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആ ക്ലാസ്സിലെ ഒരു കുട്ടീനെ ചൂസ് ചെയ്താൽ ആ ഓരോ കുട്ടിക്കും കറസ്പോണ്ടിങ് ആയിട്ട് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഒന്ന് ഹൈറ്റ്, ഒന്ന് വെയിറ്റ്. അങ്ങനെ ഹൈറ്റിന് എക്സും വെയിറ്റിന് വൈയും ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ആയി. അതുപോലെ തന്നെ കണ്ടിന്യൂസ് കേസിലും നമുക്ക് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു സാമ്പിൾ സ്പേസിലെ ഏതെങ്കിലും ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇനി അതിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഡിസ്ക്രീറ്റിന്റെ കേസിൽ പറഞ്ഞത് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ടാണ് ഇവിടെ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പേര് വന്നത്. അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലായിരിക്കും. അപ്പം എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ എ ബിന്റെ ഇടയിലായിരിക്കും. അതുപോലെ വൈ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ സി ഡി ആണെന്ന് വിചാരിച്ചു. അപ്പൊ സാമ്പിൾ സ്പേസിലെ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 വാല്യൂ, അതാണ് നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ക്രീറ്റ് കേസ് പഠിച്ചത്. അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സും വൈയും ഒരു സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സും വൈയും ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാല് ബൈവേരിയേറ്റിന്റെ കേസിൽ നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ്, ഇത് വൈ. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ്. വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ സി ടു ഡി ആണ്. അപ്പോൾ ഇതിന്റെ റീജിയൻ എന്ന് പറയുന്നത് ഇതേ ഫോർമുല വരും. ഇന്റഗ്രേഷൻ റീജിയൻ എന്ന് പറയുന്നത്, അതായത് ഇതിന് രണ്ടും ഇന്റർസെക്റ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എ ടു ബി സി ടു ഡിന്റെ. അപ്പോൾ ഇതേ ഫോർമുല ആണ്, ഇതായിരിക്കും ആർ സ്ക്വയർ ആയിട്ട് വരുന്നത്, റീജിയൻ ആർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ടുള്ള ഒരു ആർ സ്ക്വയറിന്റെ സബ്സെറ്റ് ആയിരിക്കും നമുക്ക് ഇന്റഗ്രൽ എക്സ് ബിലോങ്സ് ടു എ ബിയും വൈ ബിലോങ്സ് ടു സി ഡി ആയിട്ടുള്ള ഈ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഇവിടെ എക്സ് ബിലോങ്സ് ടു എ ബിയും വൈ ബിലോങ്സ് ടു സി ഡി എന്ന് പറയുന്നത്.
അങ്ങനെ എക്സ് ബിലോങ്സ് ടു സിയും എ ബിയും വൈ ബിലോങ്സ് ടു സി ഡിയും ആണെങ്കിൽ അതിന്റെ റീജിയൻ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എക്സിനെയും വൈനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഇതിന് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സിന്റെയും വൈന്റെയും പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ ബിലോങ്സ് ടു ഒരു റീജിയൻ എ ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഈ ഫോമിലാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. എക്സും ഉണ്ട് വൈ ഉണ്ട്, അതുകൊണ്ടാണ് ഡി എക്സ് ഡി വൈ വരുന്നത്. ഡബിൾ ഇന്റഗ്രൽ 2 വേരിയബിൾ ആയതുകൊണ്ടാണ് ഡബിൾ ഇന്റഗ്രൽ വരുന്നത് എക്സും വൈയും എന്നുള്ള ഫോമിൽ. ഓക്കെ, ഡെഫിനിഷൻ എഴുതിക്കോ. എന്നിട്ട് എഴുതി വെച്ചോ എക്സ് ബിലോങ്സ് ടു എ ബി വൈ ബിലോങ്സ് ടു സി ഡി. എന്നിട്ട് ഈ ഫിഗർ ഒന്ന് സൈഡിൽ വരച്ചു വെച്ചോ. എക്സ് ബിലോങ്സ് ടു എ ബി വൈ ബിലോങ്സ് ടു സി ഡി എഴുതുക. ഡെഫിനിഷൻ ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കുക. എന്നിട്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. ഡെഫിനിഷൻ: ടു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ definition: two continuous random variable x and y are said to be two random variable x and y are said to be joint continuous probability if for any subset A capital A, if for any subset capital A of the plane R square, two dimension എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓഫ് ദി പ്ലെയിൻ ബ്രാക്കറ്റിൽ ആർ സ്ക്വയർ വിച്ച് കറസ്പോണ്ടിങ് ടു സം ഇവന്റ്സ് ഇനി ഈ ബോക്സിലാക്കി പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഴുതിക്കോ. സം ഇവന്റ്സ് പി ഓഫ് എക്സ് വൈ ബിലോങ്സ് ടു എ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ dx dy, where f of xy is a real valued non-negative and integrable in the entire plane. Non-negative and integrable in the entire plane. താഴെ എഴുതിക്കോ. F is called the joint probability density. F is called, small f ആണ്. F is called joint probability density function PDF. Joint probability density function or joint PDF of the distribution
of the distribution provided എഫ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? എഫ് എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. പ്രോബബിലിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. വൺ വേരിയബിളിന്റെ കേസിലൊക്കെ ഫസ്റ്റ് മോഡ്യൂളും പഠിച്ചു, സെക്കൻഡ് മോഡ്യൂളും പഠിച്ചു. എന്തായിരുന്നു പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി? ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ പഠിച്ചതാണ്. അത് യൂസ് ചെയ്തിട്ട് കെന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചതാണ്. എക്സും വൈയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? ജോയിന്റ് ഡിസ്ക്രീറ്റ് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ്. ജോയിന്റ് മാസ് ഫംഗ്ഷന്റെ കേസിലും ഡെൻസിറ്റി ഫംഗ്ഷൻ വരുമ്പോൾ എന്തായിരിക്കും പ്രോപ്പർട്ടി? സം ഈക്വൽ ടു 1. ഇവിടെ എക്സ് എന്ന് പറയുന്ന എക്സും വൈയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സം ആയതുകൊണ്ട് നമ്മൾ ആ സമ്മേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇന്റഗ്രൽ ആയിട്ടാണ്. അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എല്ലാ എക്സ് വൈയിലും. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു സം സബ്സെറ്റ് എ. സെക്കൻഡ് പ്രോപ്പർട്ടി സം 1 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സും വൈയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സമ്മിനെ നമ്മൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. -∞ ടു +∞. -2 വേരിയബിൾ ഉണ്ട്, അപ്പൊ ഡബിൾ ഇന്റഗ്രൽ വരും. -∞ ടു +∞ എഫ് ഓഫ് എക്സ് വൈ dx dy ഈക്വൽ ടു 1 ആയിരിക്കും. വരുന്ന probability of a less than x less than b and c less than y less than d എന്ന് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇന്റഗ്രൽ a to b ഇന്റഗ്രൽ c to d f of xy dy dx. അതായത് എക്സ് എന്ന് പറയുന്നത് എന്റെ ലിമിറ്റ് ആണ്, a to b ആണ്. y-ന്റെ ലിമിറ്റ് c to d ആണ്. അപ്പൊ ഇന്റഗ്രേഷന്റെ ഓർഡർ ഉള്ളില് c to d എന്ന് പറയുന്നത് y-ന്റെ ലിമിറ്റ് ആയതുകൊണ്ട് ഓർഡർ dy dx എന്നുള്ള ഫോമിൽ വരും. പ്രൊവൈഡഡ് ഇത് എഴുതി വെച്ചോ. എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എക്സ് വൈ ബിലോങ്സ് ടു എ. സെക്കൻഡ് പ്രോപ്പർട്ടി -∞ ടു +∞, -∞ ടു +∞, എഫ് ഓഫ് എക്സ് വൈ dx dy ഈക്വൽ ടു 1. കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്ന. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ജോയിന്റിന്റെ കേസിലാണ്, ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ cumulative distribution function or distribution function. Cumulative distribution function നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് യൂസ് ചെയ്തിട്ടായിരുന്നു. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇത് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. നമ്മൾ വൺ വേരിയബിളിന്റെ കേസിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. പി ഓ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ട് വേരിയബിൾ വരുന്നെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു
ഇൻഫിനിറ്റി ടു അപ്പർ ലിമിറ്റ് എക്സ് ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇനി ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് നമ്മൾ വൺ വേരിയബിളിന്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ എഫും സ്മോൾ എഫും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടായിരിക്കെങ്കിലും എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്, ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. അതുപോലെ തന്നെയാണ് ജോയിന്റിന്റെ കേസിലും വരുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും സ്മോൾ എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ആണെങ്കിൽ ഇവിടുത്തെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ വൺ വേരിയബിൾ ആയതുകൊണ്ടാണ് നമ്മള് വൺ വേരിയബിളിന്റെ കേസിൽ പഠിച്ചപ്പോൾ ഡി ബൈ ഡി എക്സ് വന്നത്. ഇവിടെ ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ജോയിന്റ് പ്രോബബിലിറ്റി ആണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ ഉള്ളത് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് വരും. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഡോ സ്ക്വയർ എക്സ് വൈ ടു വേരിയബിൾ ഉണ്ട്, എക്സും വൈയും. ഡോ എക്സ് ഡോ വൈ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ. ഇതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ കേസിൽ. ഇതൊന്ന് നോട്ട് ചെയ്തോ. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇത് സൈഡിൽ എഴുതുന്നുണ്ട്, എഴുതിയാൽ മതി. ഇത് വൺ വേരിയബിളിന്റെ കേസിൽ നമ്മൾ മുന്നേ പഠിച്ചതാണ്, കണ്ടിന്യൂസിന്റെ കേസിൽ തന്നെ. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോയിന്റ് പ്രോബബിലിറ്റി എഫ് ഓഫ് എക്സ് വൈ തന്നാൽ അതിനകത്ത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ മാത്രം പ്രോബബിലിറ്റി അതിനകത്ത് നിന്ന് എഴുതുന്നതാണ് എഫ് എക്സ് ഓഫ് എക്സ്. അതുപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോബബിലിറ്റി എഫ് ഓഫ് എക്സ് വൈ തന്നിട്ട് അതിന്റെ വൈന്റെ പ്രോബബിലിറ്റി മാത്രം എഴുതുന്നതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത്. അതായത് എഫ് എക്സ് ഓഫ് എക്സ് ആണ്, സ്മോൾ ആണ്, എഫ് എക്സ് ഓഫ് എക്സ് ആണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. മാർജിനൽ പ്രോബബിലിറ്റി എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് സ്മോൾ എഫ് ആണ്, സ്മോൾ എഫ് എക്സ് ഓഫ് എക്സ് ആണ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. അതുപോലെ
Fi of y ആണ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നതാണ്. ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റിന്റെ കേസിൽ പഠിച്ചിട്ടില്ലേ? എഫ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഡിസ്ക്രീറ്റിന്റെ കേസിലെ ജോയിന്റ് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്, എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂസ് വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ സിഗ്മക്ക് പകരം ഇന്റഗ്രേഷൻ വരും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ വരും. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അതുപോലെ എഫ് ഐ ഓഫ് വൈ എന്ന് പറഞ്ഞാല് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അവിടെ എഫ് ഐ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ. അതേ ഫോമിൽ തന്നെ ഇവിടെ ഇന്റഗ്രേഷൻ വരും. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തു. ഇത് എഴുതുന്നതിന് മുമ്പ് എഴുതിക്കോ. സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ ജോയിന്റ് കണ്ടിന്യൂസ്. സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ ജോയിന്റ്. Suppose x and y are joint continuous random variable with. Suppose x and y are joint continuous random variable with joint PDF f and joint PDF f and x and y are continuous random variable with marginal PDF and x and y are continuous random variable with marginal PDF. X and y are continuous random variable with marginal PDF. Fx of x equal to minus infinity to plus infinity f of xy dy. Fi of y equal to minus infinity to plus infinity f of xy dx. ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും. എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേഷൻ വരിക, വൈ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേഷൻ വരിക. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് അല്ലെ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഓഫ് സ്മോൾ ആണ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാല് എഫ് ഓഫ് വൈ വരും. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്ന പി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ വൈ. അപ്പൊ അതിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ആണ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് വൈ ഓഫ് വൈ ഡി വൈ. ഇത് ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ഫോർമുലയും. ഇതാണ് പഠിച്ചു നോക്കണ്ടേ. മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് വൈ ഓഫ് വൈ ഡി വൈ.
നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രീറ്റ് പഠിച്ച പോലെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ആയിരിക്കണം. ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് കേസിൽ എന്താണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ, അതായത് സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലാണ് അത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. അതിന്റെ ജോയിന്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷനെ പറയുന്ന പേരാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അത് ഡിഫൈൻ ചെയ്യുന്നത് പി ഓഫ് എക്സ് വൈ ബിലോങ്സ് ടു എ ആണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആ ഫോമിലാണ്. എഫ് ഓഫ് എക്സ് വൈ ജോയിന്റ് ആയതുകൊണ്ടാണ് ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും വരുന്നത്. അതിന്റെ പ്രോപ്പർട്ടി ആണ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ 1 ആയിരിക്കും. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി സി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഡി നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. പിന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ജോയിന്റിന്റെ കേസിൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് രണ്ട് വേരിയബിൾ ഉണ്ടാവും. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷന്റെ ഡെറിവേറ്റീവ് ആണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പം അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അവിടെ വരിക. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ ഇൻറ്റു എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ. പിന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജോയിന്റിന്റെ അകത്തുനിന്ന് എക്സിന്റെ മാത്രം പ്രോബബിലിറ്റി എഴുതുന്നതാണ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും ഇന്റഗ്രേഷൻ. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും. അതായത് ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ജോയിന്റ് തന്നാൽ അതിനകത്ത് നിന്ന് എക്സിന്റെ മാത്രം ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുന്നതാണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ക്യുമുലേറ്റീവിന്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ് എഫ് എക്സ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. മാർജിനലിന്റെ കേസിലാണ് എന്ത് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ വരുന്നത് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ്. അവിടെ ലിമിറ്റ് ശ്രദ്ധിക്കണം. മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ആണ് ലിമിറ്റ്. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഐ ഓഫ് വൈ ഡി വൈ ആണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഡിപെൻഡൻസി ആണ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഐ ഓഫ് ഐ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.